കോൺഗ്രസിൽ അടിമുടി മാറ്റം എന്ന് പറയുമ്പോൾ 2025 എന്ന് പറയുന്ന വലിയ തെരഞ്ഞെടുപ്പുകളില്ലാത്ത വർഷമാണ്. ആ ഘട്ടത്തിൽ പാർട്ടിയെ അടിത്തട്ടിൽ തന്നെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ അത് വേഗം ആരായുക. അതേസമയം ഈ പുനഃസംഘടനയ്ക്ക് ഒരു സമയപരിധി നിശ്ചയിക്കുക എന്നൊരു ആശയം കൂടി അവർ കൊണ്ടുവന്നു എന്നുള്ള സമയപരിധിയാണല്ലോ ഒരു പ്രശ്നം. സമയപരിധി ഇല്ലാത്ത രീതിയിൽ ഇതിങ്ങനെ പുനഃസംഘടന എന്ന് കേൾക്കുമ്പോഴേക്കും തന്നെ നേതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങളുടെ സ്ഥാനം തെറിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലടക്കം പുനഃസംഘടന ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. പാർട്ടിയെ അടിമുടി മാറ്റുക, താഴെത്തലം തൊട്ട് മേൽത്തട്ട് വരെ എങ്ങനെ പാർട്ടി അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു അടിമുടി പൊളിച്ചെഴുത്തിന് എല്ലാ നേതാക്കളും തയ്യാറാകുമോ? ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആരാണ്, ഞാനാണോ നീയാണോ എന്ന മട്ടിൽ നേതാക്കൾ തർക്കം തുടങ്ങിയിരിക്കുന്നു. പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ പുനഃസംഘടന ആവശ്യമില്ല എന്ന് കെ.സി. വേണുഗോപാലിന് പറയേണ്ടി വന്നത്. അപ്പോൾ നിർബന്ധിത സാഹചര്യം ഇവിടെ നേതാക്കൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ആ നേതാക്കളെ കൂടി ഇരുത്തിക്കൊണ്ടാണ് ഇനി പുനഃസംഘടന എന്ന ആലോചനയിലേക്ക് പോകുമെന്നുള്ള കൃത്യമായ സന്ദേശം ഈ സമ്മേളനം നൽകിയിരിക്കുന്നത്.